ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്തേ? ആ ദേവികയും സിദ്ധു ഇന്നും തമ്മിൽ കണ്ടിരുന്നു. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവര് പ്ലാൻ ചെയ്യുമ്പോ അത് ഉറപ്പായിട്ടും നിനക്കെതിരെ ആയിരിക്കുമല്ലോ. പ്ലാൻ ചെയ്യട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല. അത് വെറുതെ. നീ ശരിക്കും ആരാണെന്നുള്ള രഹസ്യം അറിഞ്ഞ തെറിക്കുന്നത് നീ മാത്രമായിരിക്കും. അതറിഞ്ഞാലല്ലേ അതൊരു പ്രേമിക്ക് ഓർമ്മ വരണം. എനിക്ക് തോന്നുന്നില്ല ഇനി അത് വരുമെന്ന്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. എപ്പോഴാ എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നോക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്താണെന്നറിയോ? എന്റെ അച്ഛന്റെ കാറില്ലേ, അതിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം? എന്തിന്? ആ കാറിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നാ സിദ്ധു പറയുന്നത്. സത്യത്തില് ആ കാറ് ശരത്തിന്റെ കയ്യിലാ ഉണ്ടായിരുന്നത്. അവനാ വണ്ടിയും വെച്ചോണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനല്ലേ കുടുങ്ങൂ. നിനക്കെന്താ പ്രശ്നം? അവസാനം കറങ്ങി തിരിഞ്ഞേ അത് എന്റെ മുമ്പിൽ തന്നെ വരുമെന്ന് എനിക്ക് സംശയം. എന്താടി, നീയും കൂടിയോ ശരത്തിനൊപ്പം? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഒറ്റയ്ക്ക് അനുഭവിച്ചോണം, എന്നെ പ്രതീക്ഷിക്കണ്ട. അതല്ലെങ്കിലും എനിക്കറിയാം എന്തെങ്കിലും പ്രശ്നം വന്നാ എന്നെ സഹായിക്കാൻ നീ ഉണ്ടാവില്ലെന്ന്. നിനക്കെന്തെങ്കിലും കെണി പറ്റിയാ ഞാൻ വേണം, എനിക്ക് പറ്റിയ നീ കാണില്ല. എടി, എനിക്ക് അവനെ ഇഷ്ടമല്ല, ആ ശരത്തിനെ. അതാ കാര്യം. അല്ലെങ്കിലും നിനക്ക് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? അത് വിട്. നീ പറഞ്ഞതും ഞാൻ പറഞ്ഞതും കൂടി കൂട്ടി വായിക്കുമ്പോ എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ടെന്നാ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അതെനിക്കെതിരെയാണോ നിനക്കെതിരെയാണോ അതോ നമുക്ക് രണ്ടുപേർക്കും എതിരെയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരിക്കണം. കാത്തിരിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എനിക്ക് തന്ന കാറിന്റെ ഓണർ ആരായിരുന്നു എന്ന് അയാൾ പറഞ്ഞത്? രജിസ്റ്റേർഡ് ഓണർ ആണോ അതോ ഇപ്പോഴത്തെ ഓണർ ആണോ? രണ്ടും. രജിസ്റ്റേർഡ് ഓണർ നടേശൻ സാറ്, ഇപ്പോഴത്തെ ഓണർ ഞാൻ. ഇങ്ങനെയൊന്നും അല്ലല്ലോ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത്. നടേശൻ മരിച്ചുപോയ DYSP നടേശനാണെന്ന് എന്തുകൊണ്ട് സൂചിപ്പിച്ചില്ല? അതിനെന്താ മേഡം പ്രശ്നം? ഇപ്പോഴത്തെ ഓണർ ഞാനായിരുന്നില്ലേ? നടേശൻ സാർ ഒപ്പിട്ട സെയിൽ ലെറ്റർ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഇപ്പോഴത്തെ ഓണർ നിങ്ങളാണെന്ന് ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരോ വിൽക്കാൻ ഏൽപ്പിച്ച വണ്ടി, അങ്ങനെയാ നിങ്ങൾ എന്നോട് പറഞ്ഞത്. അത് ശരിയാ, അത് വേറൊന്നും കൊണ്ടല്ല. വർക്ക്ഷോപ്പുകാരൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടിയാണെന്ന് അറിഞ്ഞാൽ ആരും വില കാണില്ല, മതിപ്പ് പറയും. അതാ അന്ന് അങ്ങനെ പറഞ്ഞു. അന്ന് പറഞ്ഞതാണോ നുണ, അതോ ഇന്ന് പറയുന്നതാണോ? സത്യം പറ. ആ വണ്ടിയുടെ ഇപ്പോഴത്തെ ഓണർ ശരത്തല്ലേ? ശരത്തോ? ഏത് ശരത്ത്? അങ്ങനെ ഒരാളെ എനിക്കറിയില്ലല്ലോ. ഹെഡോ മെക്കാനിക്കേ, താൻ നുണ പറയാണെന്ന് തന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നാ എനിക്കറിയേണ്ടത്. എനിക്കറിയില്ല ശരത്ത്. തനിക്കറിയാം, ശരത്തിനെ അറിയാം, ആ വണ്ടിയുടെ ഭൂതകാലവും അറിയാം. നിത്യ എന്ന പേര് താൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈയിടെ കൊല്ലപ്പെട്ട എന്റെ അനിയത്തിയുടെ പേരാത്. ആ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും അന്വേഷിക്കുന്നുണ്ട്. ആ വണ്ടിയും നിത്യയും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാനും എന്റെ ശ്രമം. അതിന് തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റും. അതല്ല മറ്റാരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി താനത് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ വരാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് ആയിരിക്കും. അവരുടെ മുൻപിൽ തനിക്ക് സത്യം പറയേണ്ടി വരും. അതുകൊണ്ടാ ചോദിക്കുന്നത്, ആ വണ്ടി ഉപയോഗിച്ചിരുന്ന ശരത്തല്ലേ? അല്ല. വേണ്ട, താൻ സത്യം പറയണ്ട. പോലീസുകാരുടെ ഇടികൊള്ളാനാ തന്റെ യോഗം. അപ്പൊ തന്നെ താനെ പറഞ്ഞോളൂ എല്ലാം. പോലീസുകാരൻ്റെ ഇടി ഉറപ്പായി. അവളെവിടെ? എന്തിനേട്ടാ? വിളിക്കവളെ.
എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലെങ്കിലേ വല്ലാത്തൊരവസ്ഥയിലെ അക്ഷര. ഇനി ഏട്ടന്റെ വഴക്ക് പറച്ചിലും കൂടി ആവുമ്പോ അവള് തകർന്നു പോകും. തെറ്റ് കണ്ടത് ഞാൻ ചോദിക്കും. അതൊരു അച്ഛന്റെ കടമയാ. എന്താ ഡാഡിക്ക് അറിയേണ്ടത്? ചോദിച്ചോ. നീ എന്തിനാ മാലിനെ കാണാൻ പോയത്? പിന്നെ പോണ്ടേ? നിന്നോടല്ല, ഞാൻ എന്റെ മോളോടാണ് ചോദിച്ചത്. നീ എന്തിനാ പോയത്? പോണോന്ന് തോന്നി, പോയി. നാണമുണ്ടോ നിനക്ക്? കണ്ട പെണ്ണുങ്ങളുടെ മുന്നിൽ പോയി ഇറക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ കൊള്ളാം. തലയും താഴ്ത്തി തിരിച്ചു പോരേണ്ടി വന്നില്ലേ? അതെന്ത് ഗതികേടാ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നാല് ഡാഡിക്ക് ഉണ്ടൊരു പങ്ക്. ഞാനെന്ത് ചെയ്തെന്നാ? ഭരിക്കായിരുന്നില്ലേ അദ്ദേഹത്തെ? അത് തെറ്റല്ലേ? ഒരാണും അത് സഹിക്കില്ല. തന്നെയല്ല, അദ്ദേഹത്തിന്റെ കരിയറും ഡാഡി ഇല്ലാതാക്കി. എവിടെ എത്തേണ്ട ഡോക്ടറായിരുന്നു അദ്ദേഹം. ഡാഡി കാരണമല്ലേ ഒരു ഹോസ്പിറ്റലിൽ പോലും കേറാൻ പറ്റാതിരുന്നത്. അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷനാ അദ്ദേഹം തീർക്കുന്നത്. അല്ലാതെ മാലിന്യ തെറ്റുകാരി ആയതുകൊണ്ടല്ല. മാലിനിയാണ് തെറ്റുകാരിയെങ്കിൽ ഞാൻ പോയത് ശരിയാണെന്ന് ഡാഡിക്ക് സമ്മതിച്ചു തരേണ്ടി വരും. എന്റെ കുടുംബം നിലനിർത്താൻ ആരുടെ മുമ്പിലും എനിക്ക് പോകാം. നേരത്തെ ഡാഡി ഒരു അച്ഛന്റെ കടമയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയായി ഇതും ഒരു ഭാര്യയുടെ കടമയാ. പക്ഷെ ഇത് വേണ്ടായിരുന്നു. അവളുടെ മുന്നിൽ ചെന്ന് നിരന്തരന് വേണ്ടി യാചിച്ച നീ ഇപ്പോ ആരായി? ആരായാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് നിലനിർത്താൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിൽ ശരികളും ഉണ്ടായിരിക്കും, തെറ്റുകളും ഉണ്ടായിരിക്കും. ഇക്കാര്യത്തില് ഒരാളും എന്നെ ഉപദേശിക്കണ്ട. ഈ പിടിവാശി അതാ നിന്റെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. ഓ, ഡാഡിയുടെ മോള് തന്നെയാ ഞാനും. എനിക്ക് പിടിവാശി ഉണ്ടെങ്കിലേ അതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഡാഡി തയ്യാറല്ലല്ലോ. എന്നെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ഞാൻ ചിലപ്പോ ഇനിയും പോയെന്നിരിക്കും. അത് എന്റെ ഇഷ്ടം, എന്റെ മാത്രം ഇഷ്ടം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടാ, അക്ഷര ആകെ നിരാശപ്പെട്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ ഇതൊന്നും കേറി ചോദിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണല്ലോ. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാനത് ചെയ്യുകയും ചെയ്യും. നീ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഞാനെന്താ അമ്മേ പറയണ്ടേ? പണ്ട് ഇതുപോലൊരു സംഭവം നടന്നതാ എന്റെ ജീവിതത്തില്. അന്ന് നിരഞ്ജനെ ചോദിച്ചത് ഡോക്ടർ ജയശങ്കർ ആയിരുന്നു എന്ന് മാത്രം. എതിർത്തൊരു വാക്കുപോലും പറയാതെ അന്ന് ഞാൻ വിട്ടുകൊടുത്തു. കാരണം അന്ന് നിരഞ്ജൻ എന്റെ ആയിരുന്നു, എന്റേത് മാത്രമായിരുന്നു. നിരഞ്ജന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നത്ര അധികാരവും അവകാശവും എനിക്കുണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അമ്മേ. നിരഞ്ജന്റെ മേല് എനിക്കൊരു അവകാശവും ഇല്ലല്ലോ.